ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിൻ്റെ മൊഴിയെടുത്തു. SIT തലവനായ SP ശശിധരനാണ് വാസുവിൻ്റെ മൊഴിയെടുത്തത്. അതേസമയം കട്ടളപ്പാളിയിലെ സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 10 വരെ റാന്നി കോടതി കസ്റ്റഡിയിൽ വിട്ടു. 2019 മാർച്ചിൽ ദേവസ്വം കമ്മീഷണർ പദവിയൊഴിഞ്ഞ എൻ വാസു പിന്നീട് നവംബറിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റു. 2019 ഡിസംബർ 9 സ്വർണ്ണമോഷണ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഇമെയിൽ എൻ വാസുവിന് വന്നിരുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിന്റെയും മുഖ്യജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടിയുടെ വിവാഹത്തിന് ഇതുപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞായിരുന്നു മെയിൽ. ഇക്കാര്യത്തിൽ ഉൾപ്പെടെയാണ് അന്വേഷണ സംഘം എൻ വാസുവിനോട് വിവരം തേടിയത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതിയല്ല, ഉപദേശം തേടിയാണ് ഇമെയിൽ വന്നതെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. സന്നിധാനത്തെ സ്വർണമാണിതെന്ന് ഇമെയിൽ കിട്ടുമ്പോൾ എങ്ങനെ കരുതുമെന്നും എൻ വാസു മൊഴി നൽകി. നിലവിൽ എൻ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നുവെന്നും ഇനി എല്ലാ കാര്യത്തിലും വിജിലൻസ് SP മേൽനോട്ടമുണ്ടാകുമെന്നും ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. അതേസമയം കട്ടളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 10 വരെ റാന്നി കോടതി കസ്റ്റഡിയിൽ വിട്ടു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ആസൂത്രണത്തിൽ ഉൾപ്പെട്ട കൂടുതൽ ഉന്നതരെ അടുത്ത ദിവസം SIT ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.